ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ കുറേ നാൾ ഉറങ്ങിക്കിടന്ന ലിറ്റ്സ് കേവ് വീണ്ടും ഉണർന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു ലോങ് വീഡിയോ എന്ന് പറയുന്നത് +2 ട്രിപ്പിന്റെ വീഡിയോയാണ്. അതിനകത്ത് 1.2K എന്തോ വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ക്രിസ്മസിന്റെ വെക്കേഷന്റെ സമയത്ത് റെക്കോർഡ് ചെയ്തൊരു വീഡിയോയാണ്. ഇപ്പോഴാണ് അത് ഇടാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ 5 ഇഡിയറ്റ്സ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗേൾസ് ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവരായിട്ട് ഇന്നൊരു ചെറിയ ഗേൾസ് ഡേ ഔട്ട് പോയതാണ്. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുക്കാട് ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലൂർ നിൽക്കുന്ന സമയത്ത് ഒരു 100 കൊടകര ബസ് പോണ കാണാം. ഇതിപ്പോൾ ആവശ്യത്തിന് നോക്കുമ്പോൾ ഒരെണ്ണം പോലും കാണാനുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ കൊടകരയിൽ എങ്ങനെയൊക്കെയോ വളഞ്ഞു തിരിഞ്ഞെത്തുന്ന ഒരു ബസ്സിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും കൊടകര എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൂടെ നടക്കുന്നവളാണ് മാളവിക. ഇവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടിയിട്ടായിരുന്നു നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കൊടകരയിലുള്ള ഹായ കഫേയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ബർത്ത്ഡേക്കുള്ള കേക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷേ നമുക്കതിന് കഴിഞ്ഞില്ല. പകരം നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്നായിരുന്നു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും ദാനിയായിരുന്നു കേക്കൊക്കെ മേടിക്കാനായിട്ട് നിന്നുണ്ടായിരുന്നത്. ബാക്കിയുള്ള അദീനാനും മാളവികേനും ആയിരുന്നതിനൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ച കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ അതിന്റെ മുകളിൽ ഹലോ ഈറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കും വാങ്ങി ബേക്കറിയുടെ പുറത്തിറങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത്. വേറെ നല്ല ബർത്ത്ഡേ കാൻഡിൽസ് മേടിച്ചിട്ടില്ല. അപ്പം ഇനി അത് മേടിക്കാനായിട്ട് വേറൊരു ഷോപ്പിൽ കയറി. അങ്ങനെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബർത്ത്ഡേ കാൻഡിൽസും പിന്നെ അത് ലൈറ്റ് ചെയ്യാനായിട്ടുള്ള ലാമ്പൊക്കെ മേടിച്ച് ഞാനും ദാനിയും കൂടി തിരിച്ച് ഹായ കഫേയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ എല്ലാം ശരിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവൾക്ക് വലിയ ഡൗട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഹായ കഫേയിൽ ഞങ്ങൾ കേക്കും കൊണ്ടുപോയപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു ചെറിയ ഡൗട്ട് അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹായ കഫേയിൽ എത്തി. അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതുപോലെ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അത് കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മാളവികയും ദാനിയും ഓർഡർ ചെയ്തത്. ചിക്കൻ ബർഗർ ആയിരുന്നു. ഞാനും അദീനും റാപ്പാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെയും അദീനയുടെയും വരാനായിട്ട് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവരുടെയാണ് ഫസ്റ്റ് വന്നത്. ഇവർക്ക് ഇത് വന്നിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം നല്ലോണം വിശപ്പുണ്ടായിരുന്നു. ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണി 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാനിയുടെ ബർഗറിൽ നിന്ന് ഞാനൊരു ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. വിശപ്പോണ്ടാണോ എന്താണോ എന്നറിയില്ല, ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അതും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് റാഞ്ച് റാപ്പ് ആയിരുന്നു. ഇതിപ്പോൾ മെക്സിക്കൻ റാപ്പോ അങ്ങനെ എന്തോ ആയിരുന്നു. അതാണ് അദീന ഓർഡർ ചെയ്തത്. സംഭവം എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അതിനകത്ത് വയലറ്റ് കളർ ക്യാബേജിന്റെ ഒരു ഫില്ലിംഗ് ഉണ്ടായിരുന്നു. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ നമ്മൾ കഴിച്ച് തീർത്തു. അപ്പോഴത്തേക്കും ബില്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊടുക്കാനുള്ള ക്യാഷൊക്കെ സെറ്റാക്കി നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. പോകുന്നതിന് മുന്നേ അവിടെ ഇതുപോലെ ഒരു മിറർ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ കേക്ക് കട്ടിങ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിന്റെ സൈഡിൽ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ടാണ് ഈ കേക്ക് കട്ടിങ്ങിനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനും ഞാനും ദാനിയും കൂടിയിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി അവരോട് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് അവിടെ ഹായ കഫേയിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വിചാരിച്ച പോലുള്ള റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഫോണിൽ പിന്നെ നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് വിചാരിച്ച പോലെ അങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ മാത്രമല്ല ആ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ വെയിലും അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മേടിച്ച ക്യാൻഡിൽസ് ഒക്കെ നമ്മൾ ഇതുപോലെ ലാമ്പ് വെച്ചിട്ട് ലൈറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കാൻ പോവാണ്. ഇനി വേണം അവളെ പോയിട്ട് വിളിക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഗേൾസ് ഗ്യാങ്ങിൽ ഫസ്റ്റ് തന്നെ 18th ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അവളാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവളെ വിളിച്ചുകൊണ്ട് വന്നു. ഇതാണ് അവളുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു വെയിലായതുകൊണ്ട് ഒന്നാമത്തിലെ മുഖം വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഫോണും അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അത്യാവശ്യം ½ kg കേക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 ആൾക്ക് നല്ലപോലെ തികഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പീസ് വെച്ച് അത്യാവശ്യം നല്ല വലിയ പീസായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് റാപ്പും ഈ കേക്കൊക്കെ കഴിച്ചപ്പോൾ ഏതാണ്ട് മറ്റൊരു അവസ്ഥയിലാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.